ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും കുഞ്ഞുമത്തി മുളകിട്ട് കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഞാനെപ്പോഴും മീൻകറി ചട്ടിയിലാണ് വെക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ആ ചെറിയ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതാണ് ലാസ്റ്റിലേക്ക് നമ്മൾ കറിക്കുള്ള വറവായിട്ട് എടുത്തിരുന്നത്. നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അത് അതിൻ്റെ ചെറിയ ചുവ എന്ന് മാറുന്ന സമയത്ത് നമ്മൾ തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായി വാടി വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ അതിലേക്ക് വരും. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ നല്ല എരിവുണ്ടാവുള്ളൂ. പിന്നീട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നന്നായി വാടിയതിന് ശേഷം ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപ്പ് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കൂടാതെ ഞാൻ കുടംപുളി ഒരു പീസ് സോക്ക് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വിടുക. അപ്പം നല്ല മസാല എല്ലാം കൂടി മിക്സായി വരും. ഈ സമയത്താണ് ഞാൻ കുഞ്ഞമത്തി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതിൽ കിടന്ന് നല്ലോണം തിളച്ച് വരണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇങ്ങനെ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒന്നുകൂടി മൂടി വയ്ക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ തിളയ്ക്കാനായിട്ട് വിടണം. അങ്ങനെ ഏകദേശം നമ്മുടെ മീൻ മുളകിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കി നോക്കുകയാണ്. അപ്പോൾ ഒന്ന് വറ്റി വരുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോട് കൂടി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വറവും ആയി കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ മത്തി മുളകിട്ടത്, കുഞ്ഞുമത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. മീൻ ഏതായാലും നമ്മൾ മുളകിട്ട് കഴിക്കുന്ന സമയത്ത് കറി വെച്ച പാട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് വെച്ച് മൂടി വെക്കണം. അതൊന്ന് തണുത്തതിന് ശേഷം കഴിക്കാൻ നേരത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് കഴിക്കാവും നല്ലത്. ഈ രീതിയിലാണ് ഞാൻ കുഞ്ഞുമത്തി മുളകിടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.